പേര് പറയൂ. എന്റെ പേര് ദാവൂദ്. ദാവൂദ് കാലിക്കറ്റ് നിന്നാണ്. വിശ്വാസിയാണോ? വിശ്വാസി കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. വിശ്വാസി വിശ്വാസിയാണ്. വിശ്വാസിയാണ്. പേടിയ പള്ളി കാറിന് കൈ കാണിച്ചു എന്ന് പറയുന്നത് പോലെയായി. പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. സലാം അടക്കുന്ന വിശ്വാസിയാണ്. കൊള്ളാം, എവനാള് കൊള്ളാം. ഇല്ല, ഞാൻ നിങ്ങളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ കാണുന്ന ആളാണ്. എന്റെ പരിപാടികൾ വിശ്വാസികൾ ആരും കാണുന്നില്ല എന്നാണല്ലോ ചില ആളുകളൊക്കെ പറയാറ്. അതൊക്കെ എന്നെ പറ്റി അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ കുറച്ച് ന്യൂട്രലാണ്. എല്ലാം കാണും, എല്ലാത്തിൽ നിന്നും ഉൾക്കൊള്ളണമെന്നാണല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് നല്ല കാര്യങ്ങൾ എടുക്കണം. അതെ, മതത്തിൽ ഇപ്പൊ നല്ല കാര്യമാണെങ്കിൽ നമ്മൾ മതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ വഴിയിൽ കിടക്കുന്ന തടസ്സങ്ങൾ അത് നീക്കല് സുന്നത്താണെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ എപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ പറയാ, നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുന്നതിൽ എനിക്കൊരു അത് മാത്രമേ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം. ബാക്കിയൊക്കെ ഞാൻ നിങ്ങളെ പറയുന്നില്ല. ഇസ്ലാമിൽ അപ്പൊ നെഗറ്റീവ് ഉണ്ടോ? ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ അത്. അല്ല, ഇസ്ലാമിൽ നെഗറ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിൽ നെഗറ്റീവ് ഉണ്ടോ? എന്നാൽ ഇനി ഞാനത് പറയാം. ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. എന്റെ കാഴ്ചപ്പാട് വേറെയാണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അപ്പൊ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് വളരെ തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു വിശ്വാസിക്ക് അത് നല്ലതാണെന്ന് പറയൽ ഒരു ബാധ്യതയാണ് എന്നാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇസ്ലാമിൽ നെഗറ്റീവ് ഉണ്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഉറപ്പല്ല. എന്റെ കാഴ്ചപ്പാടില് ഞാനൊരു വിശ്വാസിയാണ്, അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എനിക്ക്. മനസ്സിലായി. അപ്പൊ ഇസ്ലാം 100% പോസിറ്റീവ് ആണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ ആരിഫ്, എനിക്ക് നിങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ മറ്റുള്ള കോയ പോലെ ഉള്ളൊരു കോയല്ല ഞാൻ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അത് ഞാൻ നിങ്ങളെ ഞാൻ കോയാന്ന് പോലും ഞാൻ വിളിച്ചിട്ടില്ല. അത് എനിക്ക് ആകെ ഉള്ളൊരു ഉത്തരവേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഡെപ്ത് ആയിട്ടൊന്നും പോകുന്നില്ല. എനിക്ക് ഡെപ്തിൽ സംസാരിക്കാനും താല്പര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, രീതി അത് ഒന്ന് മയപ്പെടുത്തണം. അത്രയും ഇത് പറയാനാണ് ഉസ്താദ് ഇവിടം വരെ വന്നത്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. കാസക്കാരും സംഘികളും കൃസംഗികളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പോലും ഇത്ര തീവ്രമല്ല. ആരിഫ് എന്തിന് എത്ര തീവ്രത എന്നാണ് അല്ല, നിങ്ങൾക്കും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിൽ ആളുകളെ തിരുത്താൻ കഴിയുമെങ്കിൽ. ഞാൻ തിരുത്താൻ വേണ്ടിയല്ല ഇരിക്കുന്നത്, ഞാൻ ഡൗട്ട് ഉണ്ടാക്കാനിരിക്കുന്നത്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. തിരുത്തൽ എന്റെ പണിയല്ല. സത്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വിശ്വാസിയായിട്ടുള്ള ആള് നിങ്ങളെ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ വിശ്വാസിയല്ലേ? പക്ഷെ എനിക്ക് പോലും പലപ്പോഴും ദേഷ്യം തോന്നുന്നു. അതിപ്പോ എനിക്ക് പണ്ട് ജബ്ബാർ മാഷോട് ഭയങ്കര ദേഷ്യല്ലായിരുന്നു. വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? കുറച്ചുകൂടെ ഒരു ന്യൂട്രൽ കാര്യങ്ങൾ, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മുടെ ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. ഒരു ഫുട്ബോൾ കളി നടക്കുമ്പോ അതിനകത്ത് എല്ലാവരും എന്തിനാ ഇങ്ങനെ ചറപറ കിടന്ന് ഓടുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഫോർവേഡ് കളിക്കണമെന്ന് ചിലപ്പോൾ നന്നായിട്ട് ഓടേണ്ടി വരും. ഗോളി അനങ്ങാതെ നിന്നാ മതി കുറെയൊക്കെ. ഗോളിയുടെ പണിയെടുക്കട്ടെ, ഫോർവേഡ് കളിക്കണവന്റെ പണിയെടുക്കട്ടെ, അതല്ലേ വേണ്ടത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതെന്തുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്തുകൂടാ? ഞാൻ പോളിഷ് ചെയ്ത് പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്നെ പോലെ ഒരു ലണ്ടൻ മണ്ടനെ കാണുമായിരുന്നു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പോളിഷ് ചെയ്യാതെ പറഞ്ഞോണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ലണ്ടൻ മണ്ടെന്ന് വിളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. ഇസ്ലാമിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാം എന്നത് ഉണ്ട് എന്നുള്ളത് എന്നോ ഇവിടെ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പക്ഷേ 50 വർഷമായിട്ട് ഇവിടെ നടക്കാത്ത, വിശ്വാസികളിലേക്ക് എത്താത്ത സാധനം ഇപ്പൊ വിശ്വാസികളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്താ കാരണം? ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞുകൊണ്ടാണോ അതോ റേജ് ബൈറ്റിംഗ് നടത്തിയോണ്ടാണോ? കേട്ടു പഠിക്കടോ. 50 വർഷമായിട്ട് എത്താത്ത സാധനം ഒറ്റ രാത്രി കൊണ്ട് എത്തിച്ചത് എങ്ങനെയാണ്? എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചത് പോലും നമ്മൾ ഈ ചാനൽ ഇതേപോലെ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ പോകില്ല.
അല്ല, നിങ്ങൾ ചെയ്യൂ, നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ പിന്നെ ആളുകളിലേക്ക് എന്നെ വഴിക്ക് വിടൂ. ഓക്കെ ഓക്കെ. ഇവിടെ 50 വർഷമായിട്ട് ഇവിടെ ഇസ്ലാമില് സ്വന്തം മോളെ കെട്ടി പൂശാന്നുള്ള സാധനം ഇവിടെ ഉണ്ടായിട്ട് ഒരാൾ പോലും അത് അറിഞ്ഞിരുന്നില്ല. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഇവിടെ നാട്ടുകാരുടെ അടുത്ത് ഇവിടെ ഏതെങ്കിലും മതം വിട്ട ആളുകളെ ക്രിസ്ത്യാനികൾ പോയിട്ട് എക്സ് ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയിട്ട് നീ മതം വിട്ടത് ഉമ്മാനെ പെങ്ങളെ പൂശാനാണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് ചോദിക്കരുതായിരുന്നു. ഹിന്ദു എക്സ് ഹിന്ദുവിന്റെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഹിന്ദു പോയിട്ട് നീയൊക്കെ മതം വിട്ടത് ഉമ്മാനെ പെങ്ങളെ അമ്മയും പെങ്ങളെയും ബോയിക്കാനാണ് എന്ന് ചോദിക്കണം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കാക്കാമാരത് ചോദിച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾക്ക് ഒരു ഹിന്ദുവിനെ പോലും കാണിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയെ പോലും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരു 10,000 മുസ്ലിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വിദ്വേഷം പ്രചരിപ്പിച്ചതിന് ഉദാഹരണം ഞാൻ ചോദിച്ചു, ഉദാഹരണം നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വിദ്വേഷം അതെ കോയ ചാടി പുറത്തേക്ക് ചാടി. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. വിദ്വേഷം പ്രചരിപ്പിച്ചതിന് ഒരു തെളിവ് പറ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മയും പെങ്ങളെ ബോയിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് അത്ര ന്യായമായ ചോദ്യമാണോ അല്ലേ? അതാദ്യം പറയും. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. എല്ലാവരും അങ്ങനെ ചോദിക്കുന്നുണ്ട്. 10,000 പേര് ചോദിച്ചിട്ടുണ്ട്. എന്നാ ഒരൊറ്റ ഹിന്ദു പോലും ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ചോദിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇല്ലേ? പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും മുളഞ്ഞേരിക്കത്തുള്ളൂ. ലണ്ടനിൽ വെച്ച് അതിനാൻ എന്നോട് അത് ചോദിച്ചു. ഞാൻ അതിന് മറുപടി പറഞ്ഞിരിക്കും. അപ്പൊ കോയത് ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള ജിഹാദിയും പുറത്ത് ചാടി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് തന്നെ ഉപ്പാപ്പാക്ക് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ള 100% ഇസ്ലാം ശരിയാണ് എന്ന് ഇവിടെ ഉയർത്തി വെച്ച് ഇസ്ലാമിനെ പിന്താങ്ങി അതില് കൊള്ളരുതായ്മ തെണ്ടിത്തരങ്ങൾ ഇവിടെ താങ്ങി നടക്കേണ്ട ഗതികേടുള്ള ഒരു കോയയാണ് ഈ ദാവൂദും. അതന്നെ എനിക്ക് പറയാനുള്ളത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നിങ്ങൾ എന്നെ വിളിച്ചത് പോലും എന്റെ റേജ് ബൈറ്റിംഗിൽ കണ്ടും ഈ വീഡിയോ കണ്ടും കേട്ടും തന്നെയാണ്. നിങ്ങൾ സ്വയം പരിഷ്കൃതനാവാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. തെണ്ടിത്തരങ്ങൾ കാണുമ്പോൾ അതിനെ തള്ളാൻ പഠിക്കുക. ഈ ആളുകൾ മതം വിട്ട ആളുകള് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എങ്ങനെയാണോ അമ്മയും പെങ്ങളെ ബോയിക്കുന്നവനാണോ എന്ന് ചോദിക്കാതിരിക്കുന്നത് എന്ന് മുസ്ലിങ്ങൾ ഇനിയെങ്കിലും കണ്ടുപിടിക്കുക. ഈ പറയുന്ന ചോദ്യം അദ്നാൻ പോലും എന്നോട് ചോദിച്ചു എന്നിരിക്കെ ഈ ചോദ്യം ഒരു പ്രശ്നമാണ്. അതിന് എത്ര മുസ്ലിം ഉണ്ടോ ഇല്ലയെന്ന് എണ്ണം എടുക്കേണ്ട ഒരു ഗതികേടോ ഒരു ബാധ്യത എനിക്കില്ല. അത് നിങ്ങൾ തീരുമാനിക്കുക. ഉണ്ടെന്നുള്ളത് ആ ചോദ്യം ഇവിടെ ഉള്ളിടത്തോളം കാലം അതിനുള്ള മറുപടി ഈ തരത്തിൽ തന്നെ ഞാൻ കൊടുക്കുള്ളൂ. അത് താങ്ങുമെങ്കിൽ ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കോൾ വെച്ചിട്ട് പോവാ. ഞാനൊരു സ്ഥലത്തിറങ്ങിയാൽ ആന കരിമ്പൻ കാട്ടി കയറുന്നത് പോലെയാ. ചവിട്ടി മെതിച്ച് മതിച്ച് ഇറങ്ങും. തോട്ടപ്പള്ളി സുരേന്ദ്ര. നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ ഈ പറയുന്ന അമ്മയും പെങ്ങളെ പോയിക്കുന്നവരാണോ എന്ന് ചോദിച്ചു വരുന്നതിന് മുന്നേ ആദ്യം സ്വന്തം കിതാബിലെ സ്വന്തം മോളെ കെട്ടിപ്പൂഷണ കാര്യത്തിൽ ആദ്യം നിങ്ങൾ തീരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, കൈയും കാലും മറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു. എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.